എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനിയേച്ചർ ഗാർഡൻ ആണ്. അപ്പോൾ മിനിയേച്ചർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു കുഞ്ഞു ഗാർഡൻ, അതായത് നമ്മുടെ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു കൊച്ചു ഗാർഡൻ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിനിയേച്ചർ ഗാർഡൻ ഒരുപാട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ഈ ഒരു പോട്ടിലാണ്. ഇതൊരു കണ്ടെയ്നർ പോട്ടാണ്, പ്ലാസ്റ്റിക്കിന്റെ പോട്ടാണ്. 100 rupees ആണ് ഇതിന്റെ വില. അപ്പോൾ ഇതേ പോട്ട് തന്നെ വേണമെന്നൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പഴയ ഏതെങ്കിലും ഒരു പാത്രങ്ങളുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ടെറാക്കോട്ടയുടെ ഒക്കെ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലേതിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടവും പിന്നെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന ഏത് പാത്രമാണെങ്കിലും അതിന് ഡ്രെയിനേജ് ഹോള് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് എന്താണെങ്കിലും ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കല്ല് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഡ്രെയിനേജ് ഹോള് അടഞ്ഞു പോവാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കല്ല് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോട്ടി മിക്സിൽ ഞാൻ കുറച്ച് മണലും കൊക്കോപീറ്റും പെർലൈറ്റും കമ്പോസ്റ്റും ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ചെടികൾക്ക് എടുക്കുന്ന ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചട്ടിയിൽ ഏകദേശം പോട്ടി മിക്സ് ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഒതുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആദ്യം തന്നെ നടുന്നത് ഒരു എവർഗ്രീൻ എൻ്റെ ഒരു ചെറിയൊരു തൈയാണ് നടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ മേളിലിങ്ങനെ പരന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒത്തിരി വലുതായി പോകുന്നതാണ്. അപ്പം നമ്മൾ ഇത് വളർന്നു വരുന്ന സമയത്ത് കട്ട് ചെയ്ത് നിർത്തണം, ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ നിർത്തുക. അപ്പോൾ ഞാൻ ആദ്യം അത് നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി ഞാൻ പോട്ടി മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ബാലൻസ് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഒറ്റയടിക്ക് അതിനകത്തേക്ക് ഇട്ട് തീർക്കരുത്. പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ 1-2 കരിങ്കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലെ പരിസരത്തൊക്കെ കിട്ടണമല്ലേ. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു കാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കരിങ്കല്ലൊക്കെ ഇങ്ങനെ വെക്കുന്നത്. കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ അറിയാമല്ലോ, ഒരു പാറയും അതുപോലെ തന്നെ കല്ലുകളൊക്കെ അങ്ങനെയുള്ളത് ആ ഒരു ഇതിലാണ്. ഇനി ഞാനൊരു മണി പ്ലാന്റിൻ്റെ ഒരു ഗോൾഡൻ പോത്തോസിൻ്റെ ഒരു ചെറിയ തൈ പോലെ ഉള്ളത് 2 ലീഫ് ഉള്ളത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് നട്ടു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ചെടി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഏത് ചെടി വേണേലും സെലക്ട് ചെയ്യാം. ഇനി ഞാൻ കലാഞ്ചിയുടെ ചെറിയ തൈയാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 തൈയെ ഞാനിതിൽ നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ഷേപ്പാണല്ലോ, അപ്പോൾ ഒരു സക്കുലൻ്റ് പോലെയൊക്കെ തോന്നുന്ന ഒരു ചെടിയും കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അത് ഈ മിനിയേച്ചർ ഗാർഡനിലിരിക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ചെടി സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ ചെടി തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിലുള്ള ചെടി തന്നെ എടുക്കാം. അപ്പോൾ അത് ഞാനൊരു 3 തൈ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെറിയൊരു ഫേൺ ഇവിടെ ഈ നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ മതിലിലൊക്കെ ഉണ്ടാകുന്നൊരു ഫേണില്ലേ, അതാണ് ഞാൻ നട്ടു കൊടുത്തത്. പിന്നെ ഞാൻ ആ എവർഗ്രീൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കല്ല് കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കരേസിയ റെപ്പൻസ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതൊന്ന് ബുഷിയായി വരുന്ന സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് ചെറുതാക്കി നിർത്തിയാൽ മതി. പിന്നെ ഒരു കല്ലും കൂടെ ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് കല്ലും കുറച്ച് ചെടിയൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ കുറച്ച് സീഡൻ പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു കല്ലിൻ്റെ മേളിൽ കൂടെയൊക്കെ ഇടുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പ്ലാന്റ് സെലക്ട് ചെയ്തത്. പ്ലാന്റ്സ് എല്ലാം വെച്ചതിന് ശേഷം കുറച്ചുകൂടെ പോട്ടി മിക്സ് ഇട്ട് ഞാൻ ഒന്നുകൂടെ എല്ലായിടവും ഒന്ന് കവർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മോസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തതിൻ്റെ ബാലൻസ് സ്ഥലത്തൊക്കെ ഇതേപോലത്തെ മോസ്, നമ്മുടെ മതിലയിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന മോസ് ഉണ്ടല്ലോ, അത് ഒന്ന് വെച്ച് എല്ലായിടവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്.
പോട്ടി മിക്സ് ബാക്കി കാണുന്ന സൈഡിലൊക്കെ ഈ മോസ് വെച്ച് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ആ 2 കല്ല് വെച്ചതിൻ്റെ സൈഡിൽ നിന്ന് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് മണൽ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വഴി പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചും ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ഐഡിയ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ വഴി പോലെ അങ്ങേയറ്റം വരെ ഒന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷനിൽ ഞാൻ ചെറിയൊരു കല്ല് വെച്ചിട്ട് അതിന് മേളിൽ കുറച്ച് മണൽ കൂടെ അങ്ങനെ കയറ്റി വെക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കയറ്റം പോലെ, റോഡ് ഒരു കയറ്റം പോലെ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കല്ല് അവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ മണ്ണ് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തത്. മണ്ണല്ല, മണൽ വെള്ളത്തിൽ മിക്സ് ചെയ്തത്. ഇനി ഇതാ ഇതേപോലത്തെ 1-2 സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈറ്റ ഉണ്ടല്ലോ, ഈറ്റയുടെ ചെറിയ കമ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു ഫെൻസ് പോലെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വേലിയൊക്കെ ഉണ്ടല്ലോ, വഴിയുടെ 2 സൈഡിൽ നമ്മൾ വേലി കിട്ടില്ലേ, അതേപോലെ ഈ സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇത് ഈറ്റയുടെയോ ഇല്ലിയുടെയോ ഒന്നും കമ്പില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു വിറകിൻ്റെ കഷ്ണങ്ങളോ കോലൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയതുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവും. നമ്മൾ സാധാരണ വേലിയൊക്കെ കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്താൽ ഇതിനൊരു ചേർച്ച ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. കാട്ടിലങ്ങനെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കമ്പ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയിൽ മണലിട്ടതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കല്ലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്ത കളറിലുള്ള കല്ലൊക്കെയാണ്. ഇത് അക്വേറിയം സ്റ്റോൺ ആണ് ശരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ആ വഴി കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. ഇനി കുറച്ച് വെള്ളം കൂടി നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോസൊക്കെ നന്നായിട്ട് നനയണം. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ മുറ്റത്ത് ചെടിയൊന്നും നടാൻ സൗകര്യമില്ലാത്തവർക്ക് ഒരു ഗാർഡനൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കുഞ്ഞു ഗാർഡനൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ ചെറിയൊരു ചട്ടിയിലോ ചെറിയൊരു പാത്രത്തിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും ഒരു മിനിയേച്ചർ ഗാർഡൻ. ഈ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മിനിയേച്ചർ ഗാർഡനിലേക്ക് സെലക്ട് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഏത് പ്ലാന്റ്സ് ആണെങ്കിലും, ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ തന്നെയാണെങ്കിലും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം അത് ഒത്തിരി വളർന്നു വരുന്ന സമയത്ത് കട്ട് ചെയ്തും പ്രൂൺ ചെയ്തൊക്കെ അത് മിനിയേച്ചറായിട്ട് തന്നെ ഈ ഗാർഡൻ നിലനിർത്താനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ മോസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല ഈർപ്പം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് നനയ്ക്കാനൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ മിനിയേച്ചർ ഗാർഡൻ ഒരുപാട് നാൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒറ്റെണ്ണം പോലും വിടാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.